പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. നോയിഡ, ഗാസിയാബാദ്, ബുലന്ദ്ഷഹർ എന്നിവിടങ്ങൾക്ക് പുറമെ ഫരീദാബാദിലും സമരം അക്രമാസക്തമായി. പ്രതിഷേധത്തിനിടെ പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ 63 വാഹനങ്ങൾ തൊഴിലാളികൾ തകർത്തു. നിരവധി സ്ഥാപനങ്ങൾക്ക് നേരെ വ്യാപകമായ കല്ലേറുമുണ്ടായി. നോയിഡയിൽ നിന്നും വിഷ്ണുപ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നൈപുണ്യം ആവശ്യമുള്ളതും അല്ലാത്തതുമായ ജീവനക്കാർക്ക് 35% അവരുടെ ശമ്പളത്തിൽ വർധനവ് നൽകാൻ ഹരിയാന സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയാണ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ വ്യാപകമായി പ്രതിഷേധം ആരംഭിച്ചത്. നോയിഡയിലെ പല ഭാഗങ്ങളിലും ഇൻഡസ്ട്രിയൽ മേഖലകളിൽ ആരംഭിച്ച പ്രതിഷേധം പിന്നീട് ഗാസിയാബാദിലേക്ക് ഉൾപ്പെടെ വ്യാപിക്കുകയും ചെയ്തു. ഡൽഹിയിലേക്കും അതോടൊപ്പം തന്നെ നോയിഡയിലേക്കും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാത ഉൾപ്പെടെ പ്രതിഷേധക്കാർ അടയ്ക്കുകയും ചെയ്തു. ഇതോടെ വ്യാപകമായി ഗതാഗതക്കുരുക്കും രൂപപ്പെടുകയാണ് ഉണ്ടായത്. പലയിടങ്ങളിലും പോലീസ് എത്തി ലാത്തി വീശിയാണ് പ്രതിഷേധക്കാരെ ഒഴിവാക്കിയത്. ഇതുകൂടാതെ പലയിടത്തും പ്രതിഷേധം വലിയ രീതിയിൽ അക്രമാസക്തമാവുകയും ചെയ്തു. കെട്ടിടങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. തകർന്ന ചില്ലുകളെല്ലാം എല്ലാ കെട്ടിടങ്ങളിലെയും സ്ഥിരം കാഴ്ചയായി മാറുകയും ചെയ്തു. പിന്നീട് സംഘടിതമായ പ്രതിഷേധങ്ങൾ മാറി ഒറ്റപ്പെട്ട നിലയിലായി പ്രതിഷേധങ്ങൾ. ഇതോടുകൂടി പലയിടത്തും പോലീസിന് ഓരോ യൂണിറ്റുകളെ വീതം വിന്യസിക്കേണ്ടിയും വന്നു. വ്യാപകമായ അറസ്റ്റും ഈ അക്രമ സംഭവങ്ങൾക്ക് പിന്നാലെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. मजदूरों का जब वेतन बढ़ गया, मजदूरों को राहत दी इस महंगाई में, तो उत्तर प्रदेश की सरकार पीछे क्यों? ओवर टाइम का भुगतान दुगनी दर से किया जाएगा। साथ में प्रत्येक श्रमिक को साप्ताहिक अवकाश प्रदान किया जाएगा. നോയിഡയിൽ ഇനിയും അക്രമ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുന്ന നടപടികളും പോലീസ് സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നഗരത്തിലെ പ്രധാനപ്പെട്ട ജംഗ്ഷനുകളിലെല്ലാം തന്നെ പോലീസ് കാവൽ ഏർപ്പെടുത്തി. എന്തായാലും ഉത്തർപ്രദേശ് സർക്കാരിന് ഈ വിഷയത്തിൽ വലിയ വിമർശനമാണ് കേൾക്കേണ്ടി വരുന്നത്. ഹരിയാന സർക്കാർ നടപ്പാക്കിയ പദ്ധതി അല്ലെങ്കിൽ പ്രഖ്യാപനം എന്തുകൊണ്ട് ഉത്തർപ്രദേശ് സർക്കാർ നടപ്പാക്കുന്നില്ല എന്ന ചോദ്യവുമായി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും രംഗത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ചർച്ച നടന്നില്ല എങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്കും നോയിഡ സാക്ഷ്യം വഹിക്കും. ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം വിഷ്ണുപ്രസാദ്, മാതൃഭൂമി ന്യൂസ്, നോയിഡ.